പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ 2020 സെഷനുകളിലേക്ക് അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങാൻ എല്ലാ റീജിയണൽ സെന്ററുകളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 3 മാസത്തോളമായി അഡ്മിഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് വിവിധ യൂണിവേഴ്സിറ്റികൾ കൃത്യമായി ഫൈനൽ ഇയർ എക്സാമിനേഷൻ നടപ്പിലാക്കുകയും ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്യാത്ത ചില സാങ്കേതിക കാരണങ്ങളാൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് തുടർ പഠനത്തിന്റെ അത്താണിയായി ഇപ്പോൾ നിൽക്കുന്നത് ഇഗ്നോ എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ ഒരു വിദ്യാഭ്യാസ കാഴ്ച. ഈ സുവർണ അവസരത്തിൽ ഇഗ്നോ അതിൻ്റെ റീജിയണൽ സെന്ററുകളിലൂടെ, വിവിധ സ്റ്റഡി സെന്റേഴ്സിന്, പഠന കേന്ദ്രങ്ങളിലൂടെ അക്കാഡമിക് കൗൺസിലിംഗ് ക്ലാസുകൾ നൽകുന്നതിന് കാത്തു നിൽക്കാതെ, ടെക്സ്റ്റ് മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് കാത്തു നിൽക്കാതെ നമുക്ക് ഇന്നു മുതൽ തന്നെ പഠന പ്രക്രിയയിൽ ഏർപ്പെടാം. അതിനുള്ള 5 പ്രത്യേക സ്ട്രാറ്റജി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ ലക്ഷ്യം. വെൽക്കം ടു എം നോട്ട്സ്. പ്രിയപ്പെട്ടവരെ, now we are familiarizing together, not I alone or not me, but we all. We are familiarizing a new, which is a unique learning transaction methodology. ഇഗ്നോ പരമ്പരാഗത രീതിയിൽ നിന്ന് 1986 മുതൽ തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത ഏജൻസികളുടെ സഹകരണത്തോടുകൂടി അതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ മനോഹരമാക്കി നമുക്ക് നൽകുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ 5 സുപ്രധാനമായ ലേണിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ലേണിംഗ് മെത്തഡോളജീസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് ഈ ഗ്യാൻ ദർശൻ എന്നുള്ളതാണ്. നമ്മളുടെ എല്ലാ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ചാനലുകളിലും കേബിൾ കണക്ഷനുകളിലൂടെയും ഇപ്പോൾ ടാറ്റ, എയർടെൽ, സൺ നെക്സ്റ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള നെറ്റ് കണക്ടിവിറ്റിയിലൂടെ, BSNL നെറ്റ് കണക്ടിവിറ്റിയിലൂടെ, എയർടെലിന്റെ നെറ്റ് കണക്ടിവിറ്റിയിലൂടെ നമുക്ക് ലോകം മുഴുവനും ഇപ്പോൾ ഓൺലൈൻ ക്ലാസുകളും ഓൺലൈൻ പരീക്ഷണങ്ങളുമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി ചില ആകാശവാണി പോലുള്ള റേഡിയോ പ്രക്ഷേപണങ്ങളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ 5 എണ്ണത്തിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമായും നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ടറിലൂടെ, നെറ്റ്വർക്ക് നിങ്ങൾക്ക് നൽകുന്ന പ്രൊവൈഡറിലൂടെ ഗ്യാൻ ദർശൻ 1, ഗ്യാൻ ദർശൻ 2 എന്നുള്ള 2 എഡ്യൂക്കേഷണൽ ചാനൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നിർബന്ധമായും ഇഗ്നോയിലെ പോർട്ടലിൽ പോയി ഇനി ഞാൻ പറയുന്ന 5 കാര്യങ്ങൾ ഇന്ന് തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ പഠിക്കുകയാണ്. ഇത് നേരത്തെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആമയും മുയലും തമ്മിലുള്ള കഥയാണ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് വളരെ മനോഹരമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ അവൈലബിൾ ലേണിംഗ് സ്ട്രാറ്റജീസ്, ലേണിംഗ് മെത്തഡോളജീസ് മാക്സിമം അഡോപ്റ്റ് ചെയ്യുകയും അത് ആപ്റ്റായി ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് നടത്തുകയും ചെയ്യേണ്ടത് ഒരു വിദ്യാർത്ഥിയുടെ കർത്തവ്യമാണ്. അയാളിൽ അർപ്പിതമായിട്ടുള്ള
നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഉത്തരവാദിത്വവും കൂടിയാണ്. അപ്പോ ഈ ഗ്യാൻ ദർശൻ എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഗ്യാൻ ദർശൻ എന്ന് പറയുന്നത് നിർബന്ധമായും നമ്മൾ ഇഗ്നോയുടെ പോർട്ടലിൽ www.igno.ac.in എന്നുള്ള സൈറ്റിലേക്ക് പോയാൽ മുകളിൽ നിന്ന് ഹോം പേജില് മുകളിൽ നാലാമത്തെ ടാസ്ക് ബാർ സ്റ്റുഡന്റ് സപ്പോർട്ട് എന്നുള്ള ടാസ്ക് ബാർ ഉണ്ടാവും. അതിന്റെ തൊട്ട് താഴെ അതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ സ്റ്റുഡന്റ് സോൺ എന്നുള്ളത് കാണും. സ്റ്റുഡന്റ് സപ്പോർട്ട് എന്നുള്ള ആ ലിങ്കില് മെയിൻ ഹോം പേജില് സ്റ്റുഡന്റ് സപ്പോർട്ട് എന്നുള്ള ലിങ്കില് ക്ലിക്ക് ചെയ്താൽ സ്റ്റുഡന്റ് സോൺ എന്നുള്ള ലിങ്ക് കിട്ടും. സ്റ്റുഡന്റ് സോണിന്റെ അകത്ത് ഏകദേശം 25ഓളം ഇൻഫർമേഷൻസ് നമുക്ക് വ്യത്യസ്ത ലിങ്കുകൾ നമുക്ക് ടേബിളാർ ഫോമിൽ കാണാം. അതിലെ 2/3 മെട്രിക്സ് ഓർത്ത് വെച്ചാൽ മതി. 2/3 രണ്ടാമത്തെ റോ, മൂന്നാമത്തെ കോളം. 2/3 രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ കോളത്തില് ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഷ് ആന്റിനയുടെ ചിത്രം വെച്ച് ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ലിങ്ക് നമുക്ക് ലഭ്യമാണ്. ആ ലിങ്കിൽ പോയാൽ നമുക്ക് ഇനി പറയുന്ന ഇൻഫർമേഷൻസ് കിട്ടും. നമ്പർ 1 ഗ്യാൻ ദർശൻ, നമ്പർ 2 ഗ്യാൻ ധാര, നമ്പർ 3 ഗ്യാൻ വാണി. പ്രത്യേകിച്ച് നമുക്ക് ഗ്യാൻ വാണി മധുരൈ റീജിയണൽ സെന്ററിലെ ഗ്യാൻ വാണിയാണ് നമുക്ക് ഏറ്റവും അടുത്തായി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഞാൻ ഡെയിലി കേൾക്കാറുള്ള സംഗതിയാണ് ഗ്യാൻ വാണി. പിന്നെ IRC ഷെഡ്യൂൾ. IRC എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് റേഡിയോ കൗൺസിലിംഗ് എന്നുള്ളതാണ്. ഇന്ററാക്റ്റീവ് നോട്ട് ഓൺലി ദി ബ്രോഡ്കാസ്റ്റിംഗ് ബട്ട് ഇന്ററാക്റ്റീവ് റേഡിയോ കൗൺസിലിംഗ്. ഈ 4. അഞ്ചാമത്തത് എന്ന് പറയുന്നത് യൂട്യൂബ് ഈ ഗ്യാൻ ഘോഷ് ഇഗ്നോ. അറിവിന്റെ ഭണ്ഡാരമായ 1000 ലിങ്കുകളാണ് അഞ്ചാമത്തെ ലിങ്കിൽ ഉള്ളത്. അപ്പോ എല്ലാം കൂടി ഒന്നിച്ച് നിങ്ങൾ തലയിൽ കയറ്റരുത്. വീണ്ടും ഞാൻ പറയുന്നു, www.igno.ac.in എന്നുള്ള വെബ് പോർട്ടലിൽ മുകളിലുള്ള ടാസ്ക് ബാറിൽ അല്ലെങ്കിൽ ഹോം പേജിലുള്ള ഇൻഫർമേഷനിലെ ലിങ്കിലെ 4ാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്റ്റുഡന്റ് സപ്പോർട്ട് എന്നുള്ള ലിങ്ക് ആയിരിക്കും കിട്ടുക. അതിന്റെ അകത്ത് സ്റ്റുഡന്റ് സോൺ ഉണ്ട്. സ്റ്റുഡന്റ് സോണിന്റെ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിലെ 2/3 രണ്ടാമത്തെ റോയിലെ 3ാമത്തെ കോളത്തിലായിക്കൊണ്ട് ബ്രോഡ്കാസ്റ്റ് ഡിഷ് ആന്റിനയുടെ ചിത്രം വെച്ച് ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗ്യാൻ ദർശൻ കിട്ടും. ഗ്യാൻ ദർശനിൽ ക്ലിക്ക് ചെയ്താൽ ഗ്യാൻ ദർശൻ എന്താണ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ കിട്ടുന്നു. അതിനുശേഷം അതിന്റെ ഷെഡ്യൂൾ കിട്ടുന്നു. ഇപ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ നിങ്ങളുടെ വിഷയത്തിന് നിങ്ങളുടെ പ്രോഗ്രാമിന് അനുയോജ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അതിൽ കിട്ടും. നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വേണമെങ്കിൽ മൈ ഓൺലൈൻ നോട്ട്ബുക്ക് എന്നുള്ള ഒരു പുസ്തകം തന്നെ, നോട്ട്ബുക്ക് തന്നെ നിങ്ങൾ തയ്യാറാക്കിക്കോളൂ. മൈ ഓൺലൈൻ നോട്ട്ബുക്ക്. ആ ഓൺലൈൻ നോട്ട്ബുക്കിൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം കുറിച്ചെടുക്കുക. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വളരെ എളുപ്പത്തിലായിരിക്കും. അതിൽ ഷെഡ്യൂൾ ഉണ്ട്. നിങ്ങൾ 1000 കോഴ്സസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നു. പക്ഷെ എല്ലാറ്റിലേക്കും നിങ്ങൾ പോകേണ്ടതില്ല. മറിച്ച് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സ് ഏതാണ്, പ്രോഗ്രാമിൽ നിങ്ങളുടെ സ്കൂൾ ഏതാണ് എന്ന് മനസ്സിലാക്കുക. സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് ലാംഗ്വേജ്, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ, സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, ഇങ്ങനെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറഞ്ഞ ഒരുപാട് സ്കൂൾസ് ഉണ്ട്. അതിൽ നിങ്ങളുടെ സ്കൂൾ ഏതാണ് എന്ന് മനസ്സിലാക്കി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രോഗ്രാം മനസ്സിലാക്കി ആ പ്രോഗ്രാമിലുള്ള നിങ്ങളുടെ കോഴ്സസ് മനസ്സിലാക്കി അത് ഷെഡ്യൂളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ടൈം ടേബിൾ ഓരോ മാസവും നിങ്ങൾ ക്രമപ്പെടുത്തി ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലേക്ക് പോകണം. ഇത് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ അവരെ കൈപിടിച്ച് നയിക്കാൻ സ്കൂളുകളിൽ അധ്യാപകർ ഉണ്ട്.
പക്ഷേ ഉയർന്ന തലത്തിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ അധ്യാപകർ വന്നോളണം എന്നില്ല. മറിച്ച് നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ നമ്മൾ തന്നെ സ്വയം അത് ചെയ്യുകയാണ് ഏറ്റവും അഭികാമ്യം. രണ്ടാമത്തതാണ് ധ്യാൻധാര. ഒരുപാട് ഷെഡ്യൂൾസ് ഉണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. ടെക്സ്റ്റ് മെറ്റീരിയലായി, PDF ആയി, യൂട്യൂബായി, പല 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 സംഗതികൾ ഈ ധ്യാൻധാരയിൽ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ലിങ്കിൽ ധ്യാൻധാരയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. ധ്യാൻധാരയിൽ ഉള്ള ഷെഡ്യൂൾസ്, അത് എന്താണ് ധ്യാൻധാര എന്ന് മനസ്സിലാക്കുന്നു, അത് വളരെ നന്നായി അപ്ലൈ ചെയ്യുന്നു. ആ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ നമ്മളുടെ ടൈമിന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. മൂന്നാമത്തത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഗ്യാൻ വാണി എന്നുള്ളത്. ആകാശവും മുമ്പൊക്കെ നമുക്കുണ്ടായിരുന്ന ഒരു വലിയ സംസ്കാരമാണ് രാവിലെ 6 മണിക്ക് ന്യൂസ് കേൾക്കുക എന്നുള്ളത്, വൈകിട്ട് 6 മണിക്ക് ന്യൂസ് കേൾക്കുക എന്നുള്ളത്, ഈ റേഡിയോ ന്യൂസ് കേൾക്കുക എന്നുള്ളത്. ഇപ്പോൾ തന്നെ അത് എന്റർടൈൻമെന്റ് എന്നുള്ള ലെവലിലാണ് ഇപ്പോ റേഡിയോ നടന്നുകൊണ്ടിരിക്കുന്നത്. കാറിലും ബസ്സിലും എല്ലാം തന്നെ എന്റർടൈൻമെന്റ് എന്നുള്ള നിലക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി റേഡിയോ നോട്ട് ഫോർ എന്റർടൈൻമെന്റ്, which is serious for educational purposes also. അത്തരത്തിലുള്ള പ്രക്ഷേപണത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കണം. ഗ്യാൻ വാണി നമുക്ക് ഏറ്റവും അടുത്തുള്ളത് മധുരൈ റീജിയണൽ സെന്റർ നടപ്പിലാക്കുന്ന ഗ്യാൻ വാണിയാണ്. ആ ഗ്യാൻ വാണിയിലേക്ക് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ ഇലക്ട്രോണിക് മീഡിയ പ്രൊഡക്ഷൻ സെന്റർ EMPC, ഇത് നന്നായി മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോണിക് മീഡിയ പ്രൊഡക്ഷൻ സെന്റർ അഥവാ EMPC ഒരു ഇലക്ട്രോണിക് പ്രക്ഷേപണ മാധ്യമങ്ങളുടെ കേന്ദ്രമാണ്. ഇത്തരത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ 4 സംഗതികളുടെ കേന്ദ്രമാണ് ഈ പറഞ്ഞ EMPC എന്ന് മനസ്സിലാക്കുക. ഇഗ്നോയുടെ വിവിധ അക്കാദമിക പ്രോഗ്രാമുകളുടെയും കോഴ്സുകളുടെയും SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, സ്വയം പഠന സാമഗ്രികൾ, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, ഇതുമായി ബന്ധപ്പെട്ട പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കിയുള്ള ഓഡിയോ, വീഡിയോ, അതുപോലെ തന്നെ PDF രൂപത്തിലുള്ള ടെക്സ്റ്റ് ഫോർമാറ്റുകൾ ഇവ നിർമ്മിക്കാനുള്ള പ്രധാന ഉത്തരവാദിത്തോടുകൂടി 1986 കമ്മ്യൂണിക്കേഷൻ ഡിവിഷൻ എന്ന പേരിൽ EMPCയുടെ വിനീതമായ തുടക്കം കുറിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 1986 മുതൽ തന്നെ ഈ ഓഡിയോ, വീഡിയോ, PDF, ടെക്സ്റ്റ് മെറ്റീരിയൽ, ഡോക്യുമെന്റ് മെറ്റീരിയൽസ് ഇവയുടെ പ്രോഗ്രാമുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രധാന ഉത്തരവാദിത്വത്തോടുകൂടി ഈ ഒരു ഡിവിഷൻ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടക്കം കുറിച്ചു. അന്ന് മുതൽ തന്നെ ഓഡിയോ, വീഡിയോ പ്രോഗ്രാമുകളുടെ നിർമ്മാണം മുതൽ റേഡിയോ, ടെലിവിഷൻ, വെബ് അധിഷ്ഠിത ഇന്റർ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് കണക്ടിവിറ്റി, റേഡിയോ കൗൺസിലിംഗ്, അതുപോലെ തന്നെ ടെലികോൺഫറൻസിങ്, ഇത്തരത്തിലുള്ള കുറെ പ്രോഗ്രാമുകൾ, സംവേദാത്മകമായ പ്രക്ഷേപണങ്ങൾ, ഇവ EMPC അതിന്റെ പ്രവർത്തനങ്ങളെ വൈവിധ്യ തരത്തില് ഏകീകരിച്ച് നമുക്ക് പ്രക്ഷേപണം നൽകുകയാണ്, നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. വിവിധ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങളിൽ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും, ഇന്ത്യക്കകത്തുള്ള വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റീസിന്റെ NPFTL, അതുപോലെ തന്നെ UGC, MHRD, NIOS തുടങ്ങിയ ബൃഹത്തായ NCERT, UGC തുടങ്ങിയ ബൃഹത്തായ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ, CEC തുടങ്ങിയ ബൃഹത്തായ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തില് വിവിധ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ വച്ച് ഓൺ ടൈം കോഴ്സസ് നടത്തി, വെബ് സെമിനാറുകൾ നടത്തി, വർക്ക്ഷോപ്പുകൾ നടത്തി, ചില സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സംഭാവനകൾ നമുക്ക് നൽകുന്നത്. ഈ വിദ്യാർത്ഥി ലോകത്തേക്ക് റീച്ച് ദി അൺറീച്ച്ഡ് ഏരിയാസ്, എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലേക്കും ഓഡിയോ, വീഡിയോ മെത്തേഡിലൂടെ ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇഗ്നോ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. MHRDക്കായി ഗ്യാൻ ദർശൻ ചാനലുകളും ഗ്യാൻ വാണി സ്റ്റേഷനുകളും കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഏജൻസി സെന്ററായി EMPC പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
പാഠ്യപദ്ധതി അടിസ്ഥാനം, വെറുതെ എന്തെങ്കിലും തമാശയ്ക്കുള്ള ഒരു പ്രോഗ്രാം അല്ല. കരിക്കുലം ബേസ്ഡ് ഇൻഫർമേഷൻസ് ടു ഓൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോട്ട് ഓൺലി ഫോർ ഇഗ്നോ. ഇന്ത്യയിലെ ഉള്ള, ലോകത്ത് തന്നെ ഉള്ള വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് അവയുടെ സിലബസിന്, കരിക്കുലത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വീഡിയോ, ഓഡിയോ, ടെക്സ്റ്റ് മെറ്റീരിയൽസ് ആണ് ഇവിടെ ഈ പ്രൊഡക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കിയുള്ള ഓഡിയോ വീഡിയോ പ്രോഗ്രാമുകളുടെ നിർമ്മാണത്തിന് പ്രധാന വൈദഗ്ധ്യത്തോടുകൂടി, അതിന് പുറമെ ഗവേഷണത്തിൽ ഊന്നിക്കൊണ്ടുള്ള റിസർച്ച് പർപ്പസസിന് ഊന്നൽ കൊടുത്തുകൊണ്ട് EMPC പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ പരിപാടിയുടെ വിവിധ മേഖലകളിൽ ഇഗ്നോ അധ്യാപകർക്കും അക്കാദമിക സ്റ്റാഫിനും കേന്ദ്രം അതിന്റെ ഒരു പ്രത്യേക വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നു. പല തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ, ക്രിയേറ്റീവ് വർക്ക്ഷോപ്പുകൾ. അത് മാത്രമല്ല, ഇതിനെ ലീഡ് ചെയ്ത് മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇതിനെ പ്രോഗ്രാം മൊബിലൈസേഷൻ നടത്താനുള്ള ഒരു ചാലക ശക്തിയായും കൂടി ഇഗ്നോയിലെ EMPC കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികളെയും അവരുടെ സ്റ്റാഫിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് EMPC ഓറിയന്റേഷൻസും വ്യത്യസ്തങ്ങളായ ഇപ്പൊ ഈ പ്രോഗ്രാമിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഫെമിലിയറൈസേഷൻ എന്നാണ്, പരിചയപ്പെടലാണ്. ഇത്തരത്തിലുള്ളതിന്റെ ഓറിയന്റേഷൻ, അതിനുള്ള ഒരു ധാരണവൽക്കരണം, ഒരു ബോധവൽക്കരണം, അതാണ് ഓറിയന്റേഷൻ. അപ്പൊ EMPC ഓറിയന്റേഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ ട്രെയിനിങ് തന്നെയാണ് ശരിക്കും വളരെ കഷ്ടപ്പെട്ടുള്ള, വളരെ മനോഹരമായ, പ്രോത്സാഹനജനകമായ പരിശീലനവും നൽകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ പ്രോഗ്രാമായി ഞാൻ പറഞ്ഞത് യൂട്യൂബ്, നേരത്തെ ഉള്ള ഇഗ്നോ ലൈവ് യൂട്യൂബ് സെഷൻസ് എന്നുള്ള ഒരു വീഡിയോയിൽ വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അകത്ത് ഈ ഗ്യാൻ ഘോഷ് ഇഗ്നോ എന്നുള്ള ലിങ്ക് അഥവാ യൂട്യൂബ് ലിങ്കിന്റെ അകത്ത്, ഈ അഞ്ചാമത്തെ പ്രോഗ്രാമിന്റെ ലിങ്കിന്റെ അകത്ത് ആയിരക്കണക്കിലെ വീഡിയോസ്, വ്യത്യസ്തങ്ങളായ ഓരോ കോഴ്സിനും, ഓരോ സബ്ജക്റ്റിന്റെയും, ഓരോ യൂണിറ്റിന്റെ, ഓരോ ബ്ലോക്കിന്റെ, ഓരോ യൂണിറ്റിന്റെ ചെറിയ ചെറിയ അംശങ്ങൾ നമുക്ക് വീഡിയോ ആയി യൂട്യൂബിൽ ഇതിന് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. നമുക്കതെല്ലാം കണ്ടെത്തി ഡൗൺലോഡ് ചെയ്ത് മനോഹരമായി പഠിക്കാം. സമയം കളയരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇഗ്നോയിലെ ഒരു വിദ്യാർത്ഥിനി ആണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള അക്ഷയ ഖനിയാണ് ഈ ഗ്യാൻ ഘോഷ് എന്നുള്ളതും ഇത്തരത്തിലുള്ള IRC പ്രോഗ്രാം എന്നും മനസ്സിലാക്കുക. ഇന്ററാക്റ്റീവ് റേഡിയോ സെഷൻസ്, റേഡിയോ കൗൺസിലിംഗ് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞതിലും അത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞതിലും ഞാൻ പ്രകൃതിയോട് നന്ദിയുള്ളവനാണ്. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോ തുടർന്നും നിങ്ങൾ കാണുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും, നല്ല തൃപ്തികരമായ അഭിപ്രായമാണ് എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയും, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ നൽകുകയും, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്നെ തിരുത്താൻ ഉതകുന്ന രൂപത്തിലുള്ള ഡിസ്ലൈക്കുകൾ നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് വരണമെന്നും, കോടിക്കണക്കിന് വിദ്യാർത്ഥിനികൾക്ക് ഈ മെസ്സേജുകൾ എത്താൻ വേണ്ടി നിങ്ങളുടെ ഒരു ഷെയർ, നിങ്ങളുടെ ഒരു നോട്ടിഫിക്കേഷൻ പോയി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൽ, അത് ഒരുപാട് ഗുണം ചെയ്യും. ആയിരക്കണക്കിന് കുട്ടികൾക്ക്, ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഈ സന്ദേശം എത്താൻ നിങ്ങളുടെ കൈകൾക്ക് ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നമസ്കാരം.